നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം വോർക്കാടിയിൽ മകൻ മാതാവിനെ തീകൊളുത്തി കൊലപ്പെടുത്തി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയെ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ക്രൂരകൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി മെൽവിൻ മൊന്തേരയെ പിന്നീട് കർണാടക കുന്താപുരത്ത് നിന്നും പോലീസ് പിടികൂടി. ബേക്കലിലെ ഹോം സ്റ്റേയിൽ അവതാരകയായ യുവതിക്കുണ്ടായത് നടുക്കുന്ന അനുഭവം. പ്രതികളായ മുഹമ്മദ് ഇർഷാദ്, NS അബ്ദുള്ള എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിനടുത്ത് അന്നൂരിൽ വീട്ടിൽ കയറി കത്തിക്കാട്ടി വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു. അന്നൂർ കൊരവയലിലെ സാവിത്രിയുടെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡിനോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധം. കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സൂചനാ സമരം നടത്തി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അവഹേളിച്ച കേസ്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രന് ജാമ്യം. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം വോർക്കാടിയിൽ മകൻ മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയെ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. അയൽവാസിയും ബന്ധുവുമായ യുവതിയെയും തീ കൊളുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമമുണ്ടായി. ഗുരുതരമായ പൊള്ളലേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവങ്ങൾ ഉണ്ടായത്. ക്രൂരകൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി മെൽവിൻ മൊന്തേരയെ പിന്നീട് കർണാടകയിലെ കുന്താപുരത്ത് നിന്നും പോലീസ് പിടികൂടി. വോർക്കാടിയെ നടുക്കി യുവാവ് കാണിച്ച ക്രൂരകൃത്യത്തിന്റെ ഞെട്ടലിലാണ് നാട് ഇപ്പോഴും. വോർക്കാടിയിലെ മെൽവിൻ മൊന്തേരോയാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കാണിച്ചത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയെ മെൽവിൻ മൊന്തേരോ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുകയും അയൽവാസിയും ബന്ധുവുമായ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. വോർക്കാടി നല്ലങ്കയിലെ പരേതനായ ലൂയിസ് മൊന്തേരയുടെ ഭാര്യ ഹിൽഡ മൊന്തേരയാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയും ബന്ധുവുമായ വിക്ടറിന്റെ ഭാര്യ ലോലിറ്റയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. മെൽവിൻ മൊന്തേരോ അമ്മയെ കൊലപ്പെടുത്തുവാനും ബന്ധുവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തുവാനുമുണ്ടായ സാഹചര്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. മെൽവിനും മാതാവ് ഹിൽഡയും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. മറ്റൊരു മകനായ ആൽവിൻ മൊന്തേരോ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ജോലി ആവശ്യത്തിനായി കുവൈറ്റിലേക്ക് പോയത്. ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങുവാൻ കിടന്ന ഹിൽഡയെ പുലർച്ചയോടെ വിളിച്ചുണർത്തി വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് വിവരം. കത്തിക്കരിഞ്ഞ മൃതദേഹം അല്പദൂരം വലിച്ചിഴച്ച ശേഷമാണ് ഇയാൾ ബന്ധുവായ യുവതി ലോലിറ്റയെ വിളിച്ചുണർത്തി അമ്മയെ കാണുവാനില്ലെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് ഇവരെയും തീ കൊളുത്തി കൊല്ലുവാൻ ശ്രമിക്കുകയായിരുന്നു. ലോലിറ്റയുടെ നിലവിളി കേട്ടാണ് അയൽവാസികൾ ഓടിക്കൂടിയത്. ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. രാത്രി കൃത്യം ചെയ്ത ശേഷം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹം തൊട്ടടുത്തുള്ള ബന്ധുവിനെ വീട്ടിലേക്ക് വിളിക്കുകയും അമ്മയ്ക്ക് സുഖമില്ല, നീ ഒന്ന് വരണേന്ന് വിളിച്ചപ്പോൾ അവർ പുലർച്ചെ ഇവിടെ വന്ന സമയത്ത് അവർ ആ സുഹൃത്ത് തൊട്ടടുത്ത സ്ത്രീയെയും വീട്ടിനകത്ത് കയറ്റി അവരെ ആക്രമിക്കുകയും അവർക്ക് തീ കൊളുത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അവർ ഓടി രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി രക്ഷപ്പെട്ടതുകൊണ്ട് പുറം ലോകം ഈ സംഭവം അറിയുന്നതാണ്. ഈ സംഭവം ചെയ്ത ശേഷം ഇദ്ദേഹം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസമുള്ളത്. മകന് നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചായി മയക്കുമരുന്നിനെ കുറച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് കുറച്ച് വിവരം കിട്ടിയിട്ടുള്ളത്. മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസമുള്ളത്. മറ്റേ മകൻ നമുക്ക് ഇവിടെ ജനങ്ങളായിട്ട് കൂടുതൽ ബന്ധമില്ലെന്നാണ് വിവരം അറിയുന്നത്. ആളുകൾ പിടികൂടുവാൻ ശ്രമിക്കുന്നതിനിടെ മെൽവിൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറി മംഗളൂരു ഭാഗത്തേക്ക് രക്ഷപ്പെട്ടുവെങ്കിലും മഞ്ചേശ്വരം പോലീസ് ഇയാളെ പിടികൂടി. വോർക്കാടിയിൽ നിന്ന് ബസ്സിൽ കയറി രക്ഷപ്പെട്ട പ്രതിയെ കർണാടകയിലെ കുന്താപുരത്ത് നിന്നുമാണ് ഉച്ചയോടെ പിടികൂടിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ തന്ത്രപരമായ അന്വേഷണത്തിലാണ് നാടിനെ നടുക്കിയ കൊലക്കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടുവാൻ കഴിഞ്ഞത്. പ്രതിയെ മഞ്ചേശ്വരത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ കൊലപാതകത്തിനിടയാക്കിയ കാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. കൊലപാതക വിവരമറിഞ്ഞ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി, പോലീസ് ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് സംഘം എന്നിവർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇൻക്വസ്റ്റിന് ശേഷം ഹിൽഡയുടെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബേക്കലിലെ ഹോം സ്റ്റേയിൽ അവതാരകയായ യുവതിക്കുണ്ടായത് നടുക്കുന്ന അനുഭവം. രാത്രി 2 യുവാക്കളെത്തി മുറിയുടെ വാതിൽ തുറക്കുവാൻ പറയുകയും ഇതിന് തയ്യാറാവാതെ വന്നപ്പോൾ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത ദുരനുഭവമാണ് യുവതിക്കുണ്ടായത്.
മുഹമ്മദ് ഇർഷാദ്, NS അബ്ദുള്ള എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഈ പുതിയ കാലത്തും സ്ത്രീകൾ എവിടെയും സുരക്ഷിതരല്ല എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഹായ്, ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ കൺസേണിലാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഉദുമ കാപ്പിൽ ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്ന അവതാരകയായ യുവതിക്കാണ് ദുരനുഭവമുണ്ടായത്. ഒരു വീഡിയോ പ്രൊമോഷന്റെ ഭാഗമായി വയനാട്ടിൽ നിന്നുമായിരുന്നു യുവതി എത്തിയത്. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന യുവതിയെ രാത്രി 12 മണിയോടെ ഒരാൾ ഫോണിൽ വിളിക്കുകയായിരുന്നു. അപരിചിതമായ നമ്പർ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല. തുടർച്ചയായി വിളിക്കാൻ തുടങ്ങിയപ്പോൾ യുവതി നമ്പർ ബ്ലോക്ക് ചെയ്തു. 2 മിനിറ്റിനു ശേഷം യുവതിയുടെ മുറിയുടെ വാതിലിൽ തട്ടി വിളിച്ച് തുറക്കുവാൻ ആവശ്യപ്പെട്ടു. തുറക്കാതിരുന്നപ്പോൾ മുറിയുടെ വാതിലിൽ ശക്തമായി ഇടിക്കുകയും തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് വ്ളോഗർ കൂടിയായ യുവതി പറയുന്നത്. കിടന്നൊരു 2 മിനിറ്റ് ആയില്ല, ആരും എൻ്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി, ഇറങ്ങി വാടി, ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതി ഷൗട്ട് ചെയ്ത് ഡോറ് തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം. അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും, നീ വിളിക്കടി, ഞാനാടി പോലീസിന് തുറക്കടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. അതെന്താ ഞാനിവിടെ പറയുന്നില്ല. വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയുള്ള സംസാരവും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഞാൻ വെളുപ്പിന് 1 മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത്. ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിയുടെ ഭാഗമായി താമസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു അനുഭവം ആദ്യമായിട്ടാണെന്നും യുവതി വീഡിയോയിൽ പറയുന്നു. മൊബൈൽ നമ്പർ കൈമാറിയത് ഹോം സ്റ്റേയിലെ വനിതാ റിസപ്ഷനിസ്റ്റ് ആണെന്നും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് മൊബൈൽ നമ്പർ കൈമാറിയതെന്നും അവർ വ്യക്തമാക്കിയെന്നും യുവതി വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ടൗൺ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയയില് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് പോലീസ് സ്റ്റേഷൻ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഉണ്ടാക്കിയത്. ഞാനിപ്പോഴത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അത്രയും ഒരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല. എത്രയോ തവണ ഞാൻ വിളിച്ചു. ലാസ്റ്റ് ഇത് പ്രശ്നമായെന്ന് കണ്ടപ്പം ഓണർ എടുത്തു. എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും. കാരണം അയാള് സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത്. പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത്. അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ആയിട്ട് ഉള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല, കാരണം കേസ് ഫയൽ ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ അതെന്താ ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. എനിക്ക് അത് മാത്രമല്ല, അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെയാണ് നിന്നത്. ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത്. ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത്. അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞുപോയി. അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള വർത്താനം. കാരണം പരസ്പര ബന്ധമില്ലാതെയാണ് സ്റ്റാഫും അതിന്റെ മുതലാളി സംസാരിക്കുന്നത്. യുവതിയുടെ പരാതിയിൽ ബാര, പാക്യാര, കുന്നുമലിലെ മുഹമ്മദ് ഇർഷാദ്, എരോൽ ഹൗസിൽ NS അബ്ദുള്ള എന്നിവരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഈ പുതിയ കാലത്തും സ്ത്രീകൾ എവിടെയും സുരക്ഷിതരല്ലെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ തൈകീൽ ജംഗ്ഷനിൽ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് കാറ്റിൽ തെങ്ങ് മുറിഞ്ഞു വീണു. അപകടത്തിൽ തലനാരിഴയ്ക്കാണ് ദുരന്തം വഴിമാറിയത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം. ഇടയിലക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ K മഹേഷ് തൃക്കരിപ്പൂർ ടൗണിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും മെട്ടമ്മൽ കാവില്ലാട്ടേക്ക് 2 സ്ത്രീ യാത്രക്കാരുമായി പോകവെയാണ് അപകടമുണ്ടായത്. വെള്ളാപ്പ് തൈക്കൽ റോഡ് ജംഗ്ഷനിലെത്തിയപ്പോൾ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും തെങ്ങ് കടപുഴകി മതിലിന് മുകളിലൂടെ ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്ത് തെങ്ങിൻ തലപ്പ് പതിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ മഹേഷ് വാഹനം ബ്രേക്കിട്ട് വെട്ടിച്ചതിനാലാണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ പതിക്കുമായിരുന്ന തെങ്ങിന്റെ തലപ്പ് മുൻഭാഗത്തെ ഗ്ലാസും ഇരുമ്പ് പൈപ്പും തകർത്ത് വൻ ദുരന്തം ഒഴിവായത്. മഹേഷ് കാട്ടിയ മനോധൈര്യത്തെ സഹപ്രവർത്തകർ അഭിനന്ദിച്ചു. ടൗണിൽ നിന്ന് ഒരു വാടക ഇങ്ങോട്ട് വരുന്ന സമയത്താണ് തൃക്കരിപ്പൂരിൽ വെള്ളാപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ തെങ്ങ് പെട്ടെന്ന് ഒരു കാറ്റിനങ്ങനെ പൊട്ടി മതിലിൻ്റെ മുകളിലേക്ക് ആദ്യം വീണ്. അതേപോലെ ഇതിൻ്റെ കണ്ട അടക്കം വന്നിട്ട് അതിൻ്റെ മുകളിൽ കണ്ടടക്കം വന്നിട്ട് വണ്ടിയുടെ ഗ്ലാസ്സിനും അതുപോലെ അടിക്കേണ്ടതാണ്. ബാക്കിൽ 2 പാസഞ്ചർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
പയ്യന്നൂരിനടുത്ത് അന്നൂരിൽ വീട്ടിൽ കയറി കത്തിക്കാട്ടി വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു. അന്നൂർ കൊരവയലിലെ കുണ്ടത്തിൽ രവിയുടെ ഭാര്യ സാവിത്രിയുടെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. വ്യാഴാഴ്ച രാവിലെ 10:30 ശേഷമാണ് സംഭവം. മോഷ്ടാവ് വയോധികയെ വീട്ടിനകത്ത് കയറി ആക്രമിച്ച് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണ്ണമാല കവരുകയായിരുന്നു. വീടിന്റെ കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറന്ന ഉടൻ അടച്ച് കുറ്റിയിട്ട ശേഷം തള്ളി താഴെയിട്ട് കഴുത്തിനും മുഖത്തും ആക്രമിക്കുകയായിരുന്നു. തുടർന്നാണ് സാവിത്രിയെ കത്തിക്കാട്ടി കഴുത്തിൽ കിടന്ന 2.25 പവൻ സ്വർണ്ണമാല കവർന്നത്. ഏതാണ്ട് 45-50 വയസ്സ് പ്രായം തോന്നിക്കുന്ന നീല മഴക്കോട്ടിട്ട മലയാളിയായ ആളാണ് വീട്ടിലെത്തിയതെന്ന് സാവിത്രി പയ്യന്നൂർ പോലീസിനോട് പറഞ്ഞു. ഇയാൾ ഉപേക്ഷിച്ച ഒരു കറിക്കത്തി വീടിനകത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബലി നോക്കിയാൽ നമുക്കറിയാം ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാരകമായിട്ടാണ് ലോകത്തിന് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. നമ്മൾ ആരും അല്ല എന്ന് പറഞ്ഞാൽ കൂടി അതാണ് സത്യം എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പം നമ്മൾ ഇന്ത്യൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ തേർഡ് ലെവലിലാണ് നിൽക്കുന്നത്. എന്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് യൂസ് ചെയ്ത സ്റ്റേറ്റിൽ തേർഡ് ലെവലിൽ നിൽക്കുന്നത് കേരളമാണ്. ഫസ്റ്റ് ഉത്തർപ്രദേശ്, സെക്കൻഡ് ബീഹാർ ആണെന്ന് തോന്നുന്നു, തേർഡ് കേരളമാണ്. അപ്പോൾ എത്രത്തോളം നമ്മളുടെ യുവാക്കളുടെ ഇടയിൽ തന്നെയാണത് പറയാതെ വയ്യ, യുവാക്കളും മറ്റുള്ളവരും ഡ്രഗിന് അഡിക്റ്റ് ആണ് എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മളെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ VS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ മിനി PV, IQAC കോർഡിനേറ്റർ ഡോക്ടർ പുഷ്പലത P, DLSA സെക്ഷൻ ഓഫീസർ കേശവൻ AP എന്നിവർ സംസാരിച്ചു. ജില്ലാ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കോർഡിനേറ്റർ PK രാമകൃഷ്ണൻ വിഷയാവതരണം നടത്തി. ഗവൺമെന്റ് കോളേജ് ആന്റി നാർക്കോട്ടിക് കമ്മിറ്റി കൺവീനർ ഡോക്ടർ ബാലകൃഷ്ണൻ U സ്വാഗതവും രശ്മി C മോഹൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിനോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സൂചനാ സമരം നടത്തി. രാവിലെയും വൈകുന്നേരവും ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിൻ, പുറമെ മെമു ട്രെയിൻ അനുവദിച്ച് യാത്രക്കാരുടെ വീർപ്പുമുട്ടലിന് പരിഹാരം കാണണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. 30 വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നത്തിനും കൃത്യമായ പരിഹാരം കാണുവാൻ സാധിക്കാതെ ഓരോ ആവശ്യങ്ങൾക്കും നേരെ മുഖം തിരിച്ച് പൊതുയാത്രക്കാരെയും സീസൺ ടിക്കറ്റ് യാത്രക്കാരെയും വിദ്യാർത്ഥി യാത്രക്കാരെയും പാടെ അവഗണിച്ചുകൊണ്ടുള്ള സതേൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന്റെ അന്യായമായ അവഗണനയ്ക്കെതിരെ കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സമരം നടത്തി. രാവിലെയും വൈകുന്നേരവും ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിൻ, പുറമെ മെമു ട്രെയിൻ അനുവദിച്ച് യാത്രക്കാരുടെ വീർപ്പുമുട്ടലിന് പരിഹാരം കാണുക, കോഴിക്കോട് പോയ യാത്രക്കാർക്ക് വൈകുന്നേരം 5:10 ശേഷം അടുത്ത 8 മണിക്കൂർ ട്രെയിൻ കിട്ടാത്ത അവസ്ഥ പരിഹരിക്കുക, പരശുരാം എക്സ്പ്രസ് കോഴിക്കോട് 1 മണിക്കൂർ വെറുതെ നിർത്തിയിടുന്നത് അവസാനിപ്പിക്കുക, പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ മഞ്ചേശ്വരം വരെ നീട്ടുക, മംഗലാപുരം കോഴിക്കോട് റൂട്ടിൽ ജനശതാബ്ദി വണ്ടി ഓടിക്കുക, കണ്ണൂരിലെ യാത്ര അവസാനിക്കുന്ന 9 ട്രെയിനുകളിൽ 2 ട്രെയിനുകൾ കാസർഗോട്ടേക്കും മഞ്ചേശ്വരത്തേക്കും നീട്ടി യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുക, കാസർഗോഡും മഞ്ചേശ്വരത്തും രാത്രി ഹോൾട്ടിംഗ് ട്രെയിനുകൾ അനുവദിക്കുകയും സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക, കോട്ടിക്കുളം, കുമ്പള, ഉപ്പള, മഞ്ചേശ്വരം സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, 24 മണിക്കൂറും പ്രീപെയ്ഡ് ഓട്ടോ സംവിധാനം ഉണ്ടാക്കുക തുടങ്ങിയ ഒട്ടേറെ അവഗണനാ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് R പ്രശാന്ത് കുമാർ, ജനറൽ സെക്രട്ടറി നാസർ ചെർക്കളം, കോർഡിനേറ്റർ നിസാർ പെർവാഡ്, വെൽഫെയർ പാർട്ടി വനിതാ വിംഗ് പ്രസിഡന്റ് സാഹിദ ഇല്യാസ്, ട്രഷറർ MA മുനീർ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TE അൻവർ എന്നിവർ സംസാരിച്ചു. മറ്റു ട്രെയിനുകൾ അനുവദിക്കുമ്പോൾ റവന്യൂയുടെ അളവ് പരിശോധിച്ചതാണ്. എല്ലാം കൊണ്ടും കാസർഗോഡ് ഒക്കെയാണ്. പക്ഷേ കാസർഗോഡിൻ്റെ ആവശ്യം മാത്രം അവഗണിച്ചുകൊണ്ട് ഷൊർണൂരിൽ നിന്ന് കണ്ണൂർ വരെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ട്രെയിൻ അത് കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് അനുവദിക്കുന്നതിന് പകരം ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് അനുവദിക്കുന്ന തലതിരിഞ്ഞ സമീപനമാണ് റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് കൊല്ലത്തെത്തിയാൽ കുറച്ച് 5 മണി 5:30 ആകുമ്പോൾ തന്നെ സീസൺ ടിക്കറ്റുകാരുടെ കാര്യം നമ്മൾ കിടക്കുന്നുണ്ടാവും. അതേ ഒരു സമീപനം കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കോ മംഗലാപുരത്തേക്കോ ഈ റെയിൽവേ ടീമുകൾ തയ്യാറാവുന്നില്ല. നിരവധി തവണ റെയിൽവേ കമ്മിറ്റിയിലും റെയിൽവേ കമ്മിറ്റിയും നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പോൾ അടക്കം
ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ലൈസൻസാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം കൂടി നമ്മൾ നേരിടാൻ നമ്മൾ ശ്രമിക്കും. അതിനേക്കാളും വലിയ പ്രശ്നം ഇപ്പം നമുക്ക് പ്രശ്നം കോഴിക്കോടിന് ഇപ്പം നമുക്ക് വണ്ടികളില്ല. കോഴിക്കോട് 5 ശേഷം എല്ലായിടത്തും വണ്ടികൾ നമുക്കില്ല. നമുക്കറിയാം കോഴിക്കോട് തലസ്ഥാനമാണ്. ഷഫീഖ് തെരുവത്ത് സ്വാഗതവും സത്താർ ബൈക്ക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അവഹേളിച്ച കേസിൽ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രന് ജാമ്യം. കർശന ഉപാധികളോടെയാണ് ഹൊസ്ദുർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 1 കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച കേസിൽ 12 ദിവസമായി റിമാൻഡിലായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനാണ് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 1 കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെയും 2 ആൾ ജാമ്യത്തിലും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്ന കർശന നിർദ്ദേശത്തോടെയുമാണ് ജാമ്യം അനുവദിച്ചത്. ഈ മാസം 13-നാണ് ഹൊസ്ദുർഗ് പോലീസ് പവിത്രനെ അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്ക് വഴിയാണ് മരിച്ച രഞ്ജിതയെ പ്രതി അപമാനിച്ചത്. ജാതി സ്പർദ്ധയുണ്ടാക്കും വിധം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും സമുദായത്തെ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ ഹൊസ്ദുർഗ് പോലീസാണ് കേസെടുത്തത്. തഹസിൽദാരുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു ബജ്പേയിലെ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്ത 8 പ്രതികളെ മംഗളൂരു കോടതി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടു. ജൂലൈ 1 വരെ NIA കസ്റ്റഡിയിൽ വിട്ടാണ് കോടതി ഉത്തരവായത്. പ്രത്യേക FIR രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് NIA പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രസന്നകുമാർ ബംഗളൂരുവിലെ 50ാമത് CCH കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് കോടതി പ്രതികളെ ജൂലൈ 1 വരെ NIA കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവായത്. മെയ് 1 രാത്രിയിലാണ് സുഹാസ് ഷെട്ടിയെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. സുഹാസിന്റെ കാറിൽ പിക്കപ്പ് ട്രക്ക് ഇടിക്കുകയും പിന്നീട് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 8 പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. BJP നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകത്തിന് പിന്നാലെ സൂറത്ത് കല്ലിൽ ഫാസിലിനെ കൊലപ്പെടുത്തിയിരുന്നു. ഫാസിലിന്റെ സഹോദരൻ ആദിലാണ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് ധനസഹായം നൽകിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കൊലപാതകത്തിൽ NIA അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതോടെ NIA അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്തർദേശീയ മയക്കുമരുന്ന് വിരുദ്ധ ദിനാഘോഷത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരത്തെ വിവിധ സ്കൂളുകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും സജീവമായി പങ്കെടുത്തു. അന്തർദേശീയ മയക്കുമരുന്ന് വിരുദ്ധ ദിനാഘോഷത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരത്തെ സ്കൂളുകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടികളിൽ മയക്കുമരുന്നിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന തരത്തിൽ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. കുഞ്ചത്തൂർ ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. You know that drugs means a kind of chemical substances which we consume. It will change your biological system, your metabolic system in our body. It actually takes control over your body system. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഹെഡ് മിസ്റ്റർ സിന്ധു ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് തടയുന്നതിന് സമുദായം ഏറ്റെടുക്കേണ്ടത് വലിയ ചുമതലയാണ് എന്നും ഇതിന് തുടക്കം കുറിക്കാനാകുന്നതാണ് ഇത്തരം ബോധവൽക്കരണ പരിപാടികളെന്നും അവർ പറഞ്ഞു. ഭാവിയിലെ ലഹരിവിരുദ്ധ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങി നടത്തിയ പരിപാടികൾ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളും അധ്യാപകരും സജീവമായി പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേറ്റർ എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക റെഫ്രിജറേഷൻ ദിനം ആചരിച്ചു. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക റെഫ്രിജറേഷൻ ദിനം ആചരിച്ചത്. കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ബി സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് പ്രജിത് പേരിയ സ്വാഗതം പറഞ്ഞു. ആനന്ദാശ്രമം പ്രാഥമിക ഉപകേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC ധനേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ സമൂഹത്തിൽ വരുത്തുന്ന ദോഷങ്ങൾ
ജനങ്ങളെ ബോധവൽക്കരിക്കുക, ലഹരിയിൽ നിന്നും മുക്തി നേടാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ ഭാവി തലമുറയെ ലഹരിയിൽ നിന്നും തികച്ചും മുക്തമാക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാ അനുബന്ധ പ്രവർത്തനങ്ങളും ഇന്നേ ദിവസം ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണെന്ന്. ഇന്നേ ദിവസം എല്ലാവരും നമ്മുടെ ഹെൽത്തിലെ നമ്മുടെ ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ ഫീൽഡ് സ്റ്റാഫുകളും അവരവരുടെ കേന്ദ്രങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം കിഷോർ കുമാർ ഷെട്ടി, ജില്ലാ സെക്രട്ടറി വിജയൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു. റെഫ്രിജറേഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി ആനന്ദാശ്രമം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ ശീതീകരണ ഉപകരണങ്ങളും സംഘടനാ പ്രതിനിധികൾ സൗജന്യമായി സർവീസ് ചെയ്തു നൽകി മാതൃകയായി. റെഫ്രിജറേഷൻ മേഖലയുടെ പ്രതിസന്ധികളും സന്ദേശങ്ങളും അടങ്ങുന്ന പ്ലക്കാർഡുകളുമായി സംഘടനാ പ്രവർത്തകരും FHCയിലെ ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. സംഘടനാ എക്സിക്യൂട്ടീവ് VT ആന്റണി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം 28-ന് മേലാങ്കോട്ട് ലയൺസ് ക്ലബ് സിൽവർ ജൂബിലി ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം 28-ന് മേലാങ്കോട്ട് ലയൺസ് ക്ലബ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ S. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നിയുക്ത ഗവർണർ ടൈറ്റസ് തോമസ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീനിവാസ ഷേനായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. K. ഗോപി, VV വേണുഗോപാൽ, PP കുഞ്ഞികൃഷ്ണൻ നായർ, V. സജിത് തുടങ്ങി ഡിസ്ട്രിക്ട് റീജിയണൽ ഭാരവാഹികൾ പങ്കെടുക്കും. P. കണ്ണൻ, മധു മഠത്തിൽ, VV രാജേഷ്, P. ശ്യാം പ്രസാദ്, ജോയ് ജോസഫ്, A. ബാബുരാജ്, ജിപ്സൺ അലക്സ്, വില്യംസ് ജോസഫ്, C. വിജയൻ, KM രാധാകൃഷ്ണൻ, പ്രഭാകരൻ എന്നിവർ തങ്ങൾക്ക് നൽകിയിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കും. പ്രസിഡന്റ് P. ശ്യാം പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ലബ് അംഗങ്ങൾ, ജില്ലയിലെ മറ്റ് ക്ലബിലെ ഭാരവാഹികൾ, പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കണ്ണൻ പാർത്ഥസാരഥി, C. വിജയൻ കട്ട്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി, PRO C. വിജയൻ, നിയുക്ത സെക്രട്ടറി മധു മഠത്തിൽ, നിയുക്ത ട്രഷറർ രാജേഷ് VV, പ്രസിഡന്റ് ശ്യാം പ്രസാദ് P, ചീഫ് ഡിസ്ട്രിക്ട് അഡ്വൈസർ ഗോപി K, റീജിയണൽ ചെയർപേഴ്സൺ കുഞ്ഞികൃഷ്ണൻ നായർ PP എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചിത്താരി പഴയ പാലത്തിൽ കോൺക്രീറ്റ് ഇടിഞ്ഞ് പുഴയിൽ വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ഇനി പുതിയ പാലം വഴി മാത്രമായിരിക്കും ഗതാഗതം. സംസ്ഥാന പാതയിൽ ചിത്താരി പഴയ പാലത്തിന്റെ കോൺക്രീറ്റ് ഇടിഞ്ഞ് പുഴയിൽ വീണതിനെ തുടർന്ന് പാലത്തിൽ ഗതാഗതം നിരോധിച്ചു. ചേറ്റുകുണ്ടിൽ നിന്നുള്ള വാഹനങ്ങൾ ചിത്താരി പാലം കയറുന്ന ഭാഗത്ത് 1 മീറ്ററോളം വ്യാസത്തിൽ കോൺക്രീറ്റ് ടാറിംഗ് ഇടിഞ്ഞ് വൻ കുഴിയാണ് രൂപപ്പെട്ടത്. താഴ്ഭാഗത്തായി ചിത്താരി പുഴയുടെ കുത്തൊഴുക്ക് കാണാവുന്നത്ര വിസ്തൃതിയിലാണ് കുഴി രൂപപ്പെട്ടത്. തുരുമ്പിച്ച കമ്പിയും കാണാം. കൂടുതൽ ഇടങ്ങളിലേക്ക് വിള്ളൽ വ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. സമീപവാസികളാണ് വിവരം അധികൃതരെ അറിയിച്ചത്. ഇതേ തുടർന്ന് ബേക്കൽ പോലീസും നാട്ടുകാരും കാഞ്ഞങ്ങാട് നിന്നുള്ള അഗ്നിരക്ഷാസേനയും എത്തി മരത്തിന്റെ കൊമ്പ് ദ്വാരത്തിൽ വെച്ച് അപകട മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഈ പാലം ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള പാലമാണ്. ഇത് ശരിയായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ KSTB റോഡിൽ വളരെയധികം വാഹനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാലം ബന്ധാക്കി മറ്റേ പാലം 2 പാലം ഉണ്ട് ഇവിടെ. 2 പാലം ഉണ്ടെങ്കിൽ ഇവിടെ വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാനുള്ള ഒരു വഴി ഒരുക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് അഭ്യർത്ഥിക്കുന്നു. പാലത്തിന്റെ ഇരുഭാഗത്തും തടസ്സങ്ങൾ വെച്ച് ഗതാഗതം തടഞ്ഞ് പോലീസ് മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചു. ചന്ദ്രഗിരി പാതയിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ ദിവസവും കടന്നുപോയിരുന്നത്. ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ ബേവിഞ്ചയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിലൂടെ ഗതാഗതം നിരോധിച്ചതും ദൂരം കുറവായതിനാലും ഇതുവഴി വാഹനങ്ങൾ കൂടുതലായി കടന്നുപോയിരുന്നു. KSTP നിർമ്മിച്ച പുതിയ പാലത്തിലൂടെയാണ് കാസർകോട്ടേക്കുള്ള വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. പഴയ പാലത്തിൽ ഗതാഗതം നിരോധിച്ചതിനാൽ ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഇനി പുതിയ പാലത്തിലൂടെ കടന്നുപോകും. ചിത്താരി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞിരുന്ന 11 കൂറ്റൻ ഇരുമ്പ് ഷട്ടറുകൾ ഘടിപ്പിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജാണിത്. പാലത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇരുമ്പ് ഷട്ടറുകൾ എല്ലാം ദ്രവിച്ച് നശിച്ചിരുന്നു. നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മഞ്ചേശ്വരം വോർക്കാടിയിൽ മകൻ മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയെ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ക്രൂരകൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി മെൽവിൻ മൊന്തേരയെ പിന്നീട് കർണാടക കുന്താപുരത്ത് നിന്നും പോലീസ് പിടികൂടി. ബേക്കലിലെ ഹോം സ്റ്റേയിൽ അവതാരകയായ യുവതിക്കുണ്ടായത് നടുക്കുന്ന അനുഭവം. പ്രതികളായ മുഹമ്മദ് ഇർഷാദ്, NS അബ്ദുള്ള എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിനടുത്ത് അന്നൂരിൽ വീട്ടിൽ കയറി കത്തിക്കാട്ടി വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു. അന്നൂർ കൊരവയലിലെ സാവിത്രിയുടെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡിനോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധം. കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സൂചനാ സമരം നടത്തി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അവഹേളിച്ച കേസ്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രന് ജാമ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.